എല്ലാവർക്കും സ്വാഗതം. 1680-നും 1690-നും ഇടയിലുള്ള ഇന്ത്യയെക്കുറിച്ചും ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും നോക്കാം. ഔറംഗസേബ് ഏറ്റവും ശക്തനായ മുഗൾ ചക്രവർത്തിയായി തുടരുന്നു. അദ്ദേഹം ഡെക്കാണിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ബീജപ്പുറും ഗോൽക്കൊണ്ടയും പിടിച്ചെടുക്കുന്നു. തുടർച്ചയായി മറാത്തരുമായി ഏറ്റുമുട്ടുന്നു. 1680 ശിവജി മരിക്കുന്നു. തുടർന്ന് മകൻ സാംബജി അധികാരത്തിൽ വരുന്നു. 1689 സാംബജി പിടിക്കപ്പെടുന്നു, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു. തുടർന്ന് അദ്ദേഹത്തെ സഹോദരൻ രാജാറാം അധികാരത്തിൽ വരുന്നു. ശക്തമായ ചെറുത്തുനിൽപ്പ് മുഗളർക്കെതിരെ തുടരുന്നു. പോർട്ടുഗീസുകാരെ കുറിച്ച് പറഞ്ഞാൽ അവരേറ്റവും ദുർബലരായി തുടരുന്നു. ഡച്ചുകാർ മഹാശക്തിയായി മാറുന്നു. ബ്രിട്ടീഷുകാർ ബോംബെ കിട്ടിയതോടെ പുതിയ ഉണർവുണ്ടാകുന്നു. അവർ 1686 മുതൽ 89 വരെ മുഗളന്മാരുമായി ഒരു ചൈൽഡ് വാർ എന്ന പേരിൽ യുദ്ധം നടത്തുന്നു. ജോയിസ് ചൈൽഡാണ് അത് നേതൃത്വം കൊടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ മുഗൾ സൈന്യം ബ്രിട്ടീഷുകാരെ തകർക്കുന്നുണ്ട്, പരാജയപ്പെടുത്തുന്നുണ്ട്. അവർ അവമാനിക്കപ്പെടുന്നുണ്ട്. അവർ മാപ്പ് അപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. ഭീമമായ ഒരു തുക അവർക്ക് ഫൈനായി നൽകേണ്ടി വരുന്നുണ്ട്. ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുമ്പോൾ അവർ അവരുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി ലോകത്തെക്കുറിച്ച് നോക്കാം. ലൂയി 14 സൺ കിങ് എന്ന പേരിൽ ഫ്രാൻസിൽ ഞാനാണ് സ്റ്റേറ്റ് ആബ്സലൂട്ട് മൊണാർക്കിയുമായി ഭരണം നടത്തുന്നു. 1688 ഗ്ലോറിയസ് റവല്യൂഷൻ മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിൽ നടക്കുന്നു. ജെയിംസ് രണ്ടാമനെ പുറത്താക്കി വില്യമും മേരിയും അധികാരത്തിൽ വരുന്നു. അത് ഒരു വാറില്ലാതെ രക്തമൊഴുകാത്തൊരു യുദ്ധമായതുകൊണ്ടാണ് ഗ്ലോറിയസ് റവല്യൂഷൻ റബലിയൻ എന്നതിനെ വിളിക്കുന്നത്. അതിനുശേഷമാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് ദി റൈറ്റ്സ് വരുന്നത്. അതിൻ്റെ അർത്ഥം പാർലമെൻറ്റ് അധികാരങ്ങളാണ് രാജാവിൻ്റെ അധികാരങ്ങളെക്കാൾ വലുത് എന്നാണ്. ഈ സംഭവമാണ് പിന്നീട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനും ഫ്രഞ്ച് വിപ്ലവത്തിനും ഒരു പ്രേരണയായി മാറിയത്. പിന്നെ നമ്മൾ കാണുന്നത് 9 ഇയർ വാറാണ്. ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം അധികാരത്തിൽ വന്ന വില്യമിനെതിരെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയിസ് 14 നിൽക്കുകയും അദ്ദേഹം ഫ്രാൻസ് ഒരു ഭാഗത്തും ബ്രിട്ടൻ മറുഭാഗത്തുമായി ഒരു 9 ഇയേഴ്സ് വാർ നടക്കുകയും ചെയ്തു. അപ്പോൾ ഫ്രാൻസിന് ഒരുപാട് നഷ്ടമുണ്ടായ ഒരു യുദ്ധമായിരുന്നു അത്. പിന്നെ 1683 ബാറ്റിൽ ഓഫ് വിയന്ന നടക്കുന്നുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ യൂറോപ്പിന് അധിനിവേശ മോഹങ്ങൾ തകർത്തെറിഞ്ഞ ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് വിയന്ന. പിന്നെ കാണുന്നത് അറ്റ്ലാന്റിക് ട്രേഡ് ബൂമാണ്. 1680-90 കാലത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പായുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടം യൂറോപ്പിനുണ്ടായ കാലഘട്ടമാണിത്. പിന്നെ നമ്മൾ പ്രധാനമായും പറയുന്നത് 1687 ഐസക് ന്യൂട്ടൻ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക രചിച്ചത്. ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറയിട്ട ഗ്രന്ഥമാണിത്. എഡ്മണ്ട് ഹാലിയാണ് ഇതിനെ ലോകപ്രശസ്തമാക്കിയത്. എഡ്മണ്ട് ഹാലിയാണ് ഇതിനെ ശാസ്ത്രീയമാക്കിയത്. ദ എൻറ്റയർ യൂണിവേഴ്സ് റൺസ് ഓൺ എ യൂണിവേഴ്സൽ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത്. ആപ്പിൾ താഴെ വീണപ്പോൾ തോന്നിയ ചിന്തയാണ്